സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് വില്ലൻ ടീസർ റെക്കോർഡുകൾ ഭേദിക്കാൻ കാരണം? മികച്ച ടീസറിനൊപ്പം പേജ് സപ്പോർട്ടും ടീസറിന് ലഭിച്ചിരുന്നു. ഗ്രേറ്റ് ഫാദർ ടീസർ മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും പേജിലൂടെയായിരുന്നു റിലീസ് ചെയ്തത്. ഒപ്പം ഫേസ്ബുക്ക് സ്പോൺസറും ചെയ്തിരുന്നു. അതായത് ഫേസ്ബുക്കിന് പണം നൽകി പ്രൊമോട്ട് ചെയ്യുക. അത്യാവശ്യം പേജ് റീച്ചുള്ള താരങ്ങളുടെ പേജിൽ റിലീസ് ചെയ്യുന്നതിനൊപ്പം ഫേസ്ബുക്ക് സ്പോൺസറും കൂടി ആയപ്പോൾ ഗ്രേറ്റ് ഫാദറിൻ്റെ വ്യൂസ് കുതിച്ചു വരുന്നു. ആദ്യമായി ഫേസ്ബുക്ക് വഴി റിലീസ് ചെയ്യുക എന്ന ആശയം ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് കാണിച്ചു തന്നത് മമ്മൂട്ടിയായിരിക്കും. ഇതിലൂടെ യൂട്യൂബിൽ നിന്നും ലഭിക്കുന്ന ബിസിനസ്സിൽ കുറവ് വരും. പക്ഷേ മികച്ച പ്രൊമോഷൻ ചിത്രത്തിന് ഇത് നേടിക്കൊടുക്കും. ഗ്രേറ്റ് ഫാദർ ടീസറിന് മമ്മൂട്ടി ഉപയോഗിച്ച അതേ ട്രിക്ക് തന്നെയാണ് വില്ലൻ ടീമും ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ദുൽഖറും പൃഥ്വിരാജുമായിരുന്നു ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ മോഹൻലാൽ, നിവിൻ പോളിയെയും ജയസൂര്യയും ഒപ്പം കൂട്ടി. ഫേസ്ബുക്ക് സ്പോൺസറിങ്ങും മറ്റുള്ളവരുടെ പേജ് സപ്പോർട്ടും ഇല്ലെങ്കിൽ ഇത് വിജയം കാണില്ല. അത് മോഹൻലാൽ ബിയോണ്ട് ബോർഡേഴ്സ് ടീസറിലൂടെ മനസ്സിലാക്കിയിരുന്നു. മോഹൻലാലിൻ്റെ പേജിലൂടെ മാത്രം റിലീസ് ചെയ്ത ബിയോണ്ട് ബോർഡേഴ്സിന് കാര്യമായ വ്യൂസ് ലഭിച്ചിരുന്നില്ല. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.